നമസ്കാരം. കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന നിർദ്ദേശം അനുസരിക്കാൻ പോലീസുകാർക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ എന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനെ അപമാനിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തിയത്. അഭിഭാഷകനോ സാധാരണക്കാരനോ തെരുവിൽ കഴിയുന്ന ആളോ ആരുമാകട്ടെ, ഓരോ പൗരനെയും മാനിക്കേണ്ടതുണ്ട്. ഞാനിത് പലതവണയായി ആവർത്തിക്കുന്നു. ഞാനിത് എത്ര കാലം പറയണം? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നാണോ എന്നും കോടതി ചോദിച്ചു. ജോലി സമ്മർദ്ദം ജനങ്ങൾക്ക് നേരെ മോശമായി പെരുമാറാനുള്ള ലൈസൻസ് അല്ല എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. പോലീസിന്റെ ആണെങ്കിലും ജഡ്ജിയുടെ ആണെങ്കിലും ആ യൂണിഫോം ഇട്ടാൽ പദവിക്ക് ചേർന്ന വിധമാണ് പെരുമാറേണ്ടത്. ജനങ്ങൾക്ക് ആ യൂണിഫോമിൽ വിശ്വാസമുണ്ട്. അതിനർത്ഥം ജനങ്ങൾക്ക് മേൽ അധികാരം പ്രയോഗിക്കണം എന്നല്ല. സമ്മർദ്ദമാണെന്ന് പറഞ്ഞ് അതിക്രമം കാണിച്ചാൽ വകവെച്ച് തരാൻ പറ്റില്ല. അഭിഭാഷകനോട് ഇങ്ങനെയാണ് എങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും? ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നത് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? ജോലിയുടെ സമ്മർദ്ദം മോശം പെരുമാറ്റത്തിനുള്ള ന്യായീകരണമല്ല. പോലീസിന് സമ്മർദ്ദങ്ങൾ താങ്ങാനുള്ള പരിശീലനം ലഭിക്കുന്നുണ്ടല്ലോ. എന്നിട്ടും സമ്മർദ്ദം താങ്ങാനാവുന്നില്ല എങ്കിൽ ജോലി രാജിവെച്ച് ഇറങ്ങിപ്പോവുകയാണ് വേണ്ടത് എന്നും കോടതി പറഞ്ഞു. ആലത്തൂർ സ്റ്റേഷനിൽ അക്വീബ് സുഹൈൽ എന്ന അഭിഭാഷകനെ SI VR റിനീഷ് അപമാനിച്ച സംഭവത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നു. വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനെ SI അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കോടതി ഇടപെട്ടത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ താൻ സംഭവത്തിൽ ഖേദിക്കുന്നുവെന്നും നിരുപാധികം മാപ്പ് പറയാൻ സന്നദ്ധനാണ് എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അഭിഭാഷകനെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്നത് സത്യവാങ്മൂലത്തിൽ പറയുന്നില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതി ലക്ഷ്യപരമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേ ശ്വാസത്തിൽ തന്നെ ഉണ്ടായ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇത് പരസ്പര വിരുദ്ധമാണ്. ഒന്നുകിൽ കോടതി ലക്ഷ്യത്തിന് വിചാരണ നേരിടുക, അല്ലെങ്കിൽ വ്യക്തതയുള്ള സത്യവാങ്മൂലം നൽകുക. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടിയെക്കുറിച്ച് അറിയിക്കാൻ സംസ്ഥാന DGPക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോശം പെരുമാറ്റം പാടില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട് എന്ന് DGP തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ശാസന മാത്രം കേട്ട് ചെയ്ത തെറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാമെന്ന് കരുതരുതെന്നും കൂട്ടിച്ചേർത്തു. മാർച്ച് 1 കേസ് വീണ്ടും പരിഗണിക്കും.